സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഇപ്പോൾ കെ ശൈലജ ടീച്ചർ പറഞ്ഞത്. തെളിവുകൾ ബന്ധപ്പെട്ടവർക്ക് കൈമാറുമെന്നും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളുടെ അടുപ്പക്കാരാണ് സൈബർ അറ്റാക്ക് നടത്തുന്നതെന്നും പരാജയഭീതി മൂലമാണ് തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നതെന്നും ശൈലജ ടീച്ചർ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കി. എന്തൊക്കെയാണ് കൂടുതലായി ശൈലജ ടീച്ചർ പറഞ്ഞത്? ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തനിക്കെതിരെ നടക്കുന്ന സൈബർ ഇടങ്ങളിൽ തനിക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള പ്രചാരണം നടക്കുന്നുവെന്നാണ് നേരത്തെ തന്നെ കെ ശൈലജ ടീച്ചർ വ്യക്തമാക്കിയിരുന്നത്. വാർത്താസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം അവർ പറയുകയും മാധ്യമങ്ങൾക്ക് മുന്നാകെ പറയുകയും ചെയ്തിരുന്നു. അതിന് കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ അവർ പുറത്ത് വിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും തുടർച്ചയായി കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ അടുപ്പക്കാർ പോലും വളരെ മോശമായ രീതിയിൽ ടീച്ചറെ സൈബർ ഇടങ്ങളിൽ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും കമന്റുകളും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ശൈലജ ടീച്ചർ വളരെ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ നടന്ന ഈ സൈബർ ഇടങ്ങളിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കെ ശൈലജ ടീച്ചർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി അതിൽ ആ വീഡിയോയെ കുറിച്ചൊക്കെ സംസാരിച്ചു എന്ന തരത്തിൽ, വീഡിയോ ഇല്ല എന്ന തരത്തിലൊക്കെ വീണ്ടും കോൺഗ്രസ് നേതാക്കൾ ടീച്ചർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വളരെ കൃത്യമായ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചർ നൽകിയിരിക്കുന്നത്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ടീച്ചർ പറഞ്ഞു. തെളിവുകൾ ബന്ധപ്പെട്ടവർക്ക് കൈമാറും. ഇപ്പോൾ വീഡിയോ എവിടെയാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്, കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ ചില ആൾക്കാർക്ക് ചോദിക്കുന്നത്. എന്നാൽ ആ തെളിവുകൾ ഉൾപ്പെടെ എല്ലാം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ കൈമാറുമെന്ന് ടീച്ചർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് പല കേന്ദ്രങ്ങളിലും അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. ഈ അറസ്റ്റിലായവരൊക്കെ കോൺഗ്രസ് നേതാക്കളുമായി വലിയ അടുപ്പമുള്ളവരാണെന്നാണ് വ്യക്തമാവുന്നത്. വടകരയിൽ കോൺഗ്രസ് തോൽക്കും എന്നൊരു ഘട്ടം വന്നപ്പോൾ പരാജയ ഭീതി മൂലമാണ് തനിക്കെതിരെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള വ്യക്തിഹത്യ നടത്തുന്നതെന്നും ശൈലജ ടീച്ചർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ കുടുംബങ്ങളിൽ നിന്നുൾപ്പെടെ UDFന്റെ കുടുംബങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള സ്ത്രീകൾ തന്നെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ഈ കുടുംബ ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വളരെ മോശമായ രീതിയിൽ തന്നെ അപകീർത്തിപ്പെടുത്ത രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ വരുന്നുണ്ട്. അത് തന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് UDFന്റെ തന്നെ അനുഭാവമുള്ള UDF കുടുംബങ്ങളിലെ സ്ത്രീകളാണ് തന്നോട് ഇത് പറഞ്ഞതെന്നും ടീച്ചർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബിനു കുട്ടൻ, അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് നേതാക്കളുടെ അടുപ്പക്കാരാണ് സൈബർ അറ്റാക്ക് നടത്തുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അത് സംബന്ധിച്ച് കൂടുതലായി എന്തൊക്കെയാണ് പറഞ്ഞത്? ബിനു, ആദ്യഘട്ടത്തിൽ തന്നെ ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തെ നാടിനെ അറിയിക്കുന്ന ഘട്ടത്തിൽ തന്നെ ടീച്ചർ പറഞ്ഞത് കോൺഗ്രസിനകത്തുള്ള വളരെ നല്ല നേതാക്കന്മാരുണ്ട്, നല്ല മനസ്സുള്ള നേതാക്കന്മാരുണ്ട്, അവരൊക്കെ ഇതിനെതിരെ രംഗത്ത് വരുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ടീച്ചർ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ ടീച്ചർ പറഞ്ഞത് അങ്ങനെ ഇതിനെതിരെ, ഈ സൈബർ അറ്റാക്കിനെതിരെ, തനിക്കെതിരെയുള്ള ഈ നീചമായ ആക്രമണങ്ങൾക്കെതിരെ, വ്യക്തിഹത്യക്കെതിരെ രംഗത്ത് വരുമെന്ന് കരുതിയ കോൺഗ്രസ് നേതാക്കളെ ഒരാൾ പോലും അങ്ങനെ വന്നിട്ടില്ല. അവരൊക്കെ ഈ സൈബർ അറ്റാക്കിനെ ന്യായീകരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ അറസ്റ്റിലായവർ പല കേന്ദ്രങ്ങളിൽ നിന്നായി ഈ മോർഫിയുടെ ഫോട്ടോകൾ പ്രചരിപ്പിച്ചതും വ്യാജ വീഡിയോ ഒക്കെ പ്രചരിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട്, പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പല കേന്ദ്രങ്ങളിൽ നിന്നും ആൾക്കാരെ, കോൺഗ്രസിന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ UDFന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അടുപ്പക്കാരാണ്. അവരുമായി വളരെ പ്രധാനപ്പെട്ട ബന്ധമുള്ള ആൾക്കാരാണെന്നാണ് ടീച്ചർ വ്യക്തമാക്കിയത്. നേരത്തെ തന്നെ ഈ അറസ്റ്റിലായവരുടെ ഫോട്ടോകൾ ഉൾപ്പെടെ വന്നിരുന്നു. സ്ഥാനാർത്ഥിയോടൊപ്പം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾക്കോടൊപ്പം, കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളോടൊപ്പമുള്ള ഫോട്ടോകൾ, അടുപ്പം വ്യക്തമാക്കുന്ന ഫോട്ടോകൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ശൈലജ ടീച്ചർ ഇത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഏതായാലും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ ചോദിക്കുന്നത് എവിടെ വീഡിയോ എന്നുള്ളതാണ്. ടീച്ചർ പറഞ്ഞിരിക്കുന്നത് വീഡിയോ എന്നുള്ളത് വ്യാജ വീഡിയോയും അതോടൊപ്പം തന്നെ ഈ മോർഫ് ചെയ്ത ഫോട്ടോകൾ, വളരെ മോശം ഫോട്ടോകൾ ഉൾപ്പെടെ തന്റെ മുഖം വെച്ചുകൊണ്ട് മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് താനെന്ന് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ വളരെ കൃത്യമായ തെളിവുകൾ നൽകുമെന്നും ടീച്ചർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ടീച്ചർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ തെളിവുകൾ ബന്ധപ്പെട്ടവർക്ക് കൈമാറും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ, മോർഫ് ചെയ്ത വീഡിയോകൾ സംബന്ധിച്ച് ഇപ്പോൾ പോലീസ് ചോദിക്കുമ്പോൾ അവർക്ക് വ്യക്തതയില്ല, തെളിവുകൾ നൽകാൻ, അല്ലെങ്കിൽ ഇത്തരം വീഡിയോകൾ സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തതയില്ല, ഇപ്പോൾ ഇല്ല എന്ന രീതിയിൽ പറയുന്നു. അങ്ങനെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളുടെ അടുപ്പക്കാർ എന്ന് പറയുമ്പോൾ കൂടുതൽ ഉന്നതരിലേക്ക് ഇത് എത്തുമോ എന്നുള്ള കാര്യത്തിലൊക്കെ പോലീസ് പറയുന്നത് എന്താണ്? അത് സംബന്ധിച്ച് ശൈലജ ടീച്ചറുടെ പ്രതികരണമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ടീച്ചർ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ അറസ്റ്റിലായതിൽ പലരും കോൺഗ്രസ് നേതാക്കളുമായി അടുപ്പമുള്ളവരാണ്. എന്നിട്ടും ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഈ വ്യക്തിഹത്യ നടത്തിയിട്ട് പിന്നീടും അത് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ സൈബർ അറ്റാക്കിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിലാണ് വീഡിയോ എവിടെയെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളുമായി, വളരെ മോശം പ്രചാരണങ്ങളും കമന്റുകളുമായി
കോൺഗ്രസിന്റെ തന്നെ അണികളും അനുഭാവികളും ചില നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായി ടീച്ചർ മറുപടി പറഞ്ഞതാണ്. പക്ഷെ അതിനെപ്പോലും വളച്ചൊടിക്കുന്ന രീതിയിലേക്കുള്ള പ്രചാരണം വന്നൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വളരെ കൃത്യമായ വിശദീകരണം ടീച്ചർ നൽകിയിരിക്കുന്നത്. വീഡിയോയും അതോടൊപ്പം തന്നെ ഈ മോർഫ് ചെയ്ത ഫോൺ ചിത്രങ്ങൾ ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറും. ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഈ തെളിവുകളൊക്കെ കൃത്യമായി കൈമാറും എന്ന് തന്നെയാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പല കേന്ദ്രങ്ങളായി ഇവിടെ അന്വേഷണം ഓരോ കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ലഭിക്കുന്നു. ശൈല ടീച്ചർ മാത്രമല്ല മറ്റു പല ഇടങ്ങളിൽ നിന്നും പല സംഘടനകളും ഇത്തരത്തിൽ ഈ സൈബർ അറ്റാക്കിനെതിരെ കൃത്യമായ രീതിയിലുള്ള പരാതികൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പല മേഖലകളിൽ നിന്നും അറസ്റ്റ് നടക്കുന്നുണ്ട്. അവര് പലരും കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളവരാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ശരി, വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് PV കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.